വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് ഫാം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തായാലും ആവശ്യമുള്ള ഒരു അയൺ ഫാമും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതാക്കാം ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ മനസ്സിലുള്ളത് ഒരു ടവർ രീതിയിലാക്കിയെടുക്കാനാണ്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് ആദ്യം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഈ കുറച്ചൊരു ഫ്ലാറ്റ് സർഫേസ് ആയി കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ഇരുന്ന് തുടങ്ങുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഐഡിയാസ് വരുന്നത് കുറച്ചുകൂടി ഈസി ആയി കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പാലറ്റാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സ്പെസിഫിക് ബ്ലോക്സ് ഈ ഒരു പാലറ്റിൽ യൂസ് ചെയ്താൽ ഒരു രസമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട ഒരു ഷേപ്പ് ആദ്യം മാർക്ക് ചെയ്തിടാം. എനിക്ക് ഉറപ്പില്ല സ്ക്വയർ ആയിരിക്കും ബെറ്റർ, അത് കുറച്ചുകൂടി സർക്കിളിഷ് ആക്കണോ. ബട്ട് അത് നമുക്കൊരു ബേസായിട്ടൊരു സ്ക്വയർ സ്ട്രക്ചർ ആക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയെടുക്കാം. അതിന് ശേഷം വേണ്ടതനുസരിച്ച് നമുക്കത് കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സ്ഥലം കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം നമ്മുടെ ഷേപ്പായിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബ്ലോക്ക് വെച്ച് തുടങ്ങാം. ഇവിടെ ടഫ് ബ്രിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊരു ഗ്രേഡിയൻറ്റ് മുകളിലേക്ക് ആക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനിടയിൽ കുറച്ച് ബ്ലോക്സ് മാറ്റി വെച്ചിട്ടുണ്ട്, അതൊരു ചെറിയൊരു വെറൈറ്റി വരാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്നിട്ട് മുകളിലേക്ക് പോകുന്നതോറും ചെറുതായിട്ട് ഇങ്ങനെ ബ്ലോക്സ് മാറ്റിയിട്ട് വേണം ഒരു ഗ്രേഡിയൻറ്റ് ഫീൽ ആക്കിയെടുക്കുക. ഞാൻ ചെറുതായിട്ട് എൻ്റെ ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. ആ സ്ക്വയർ ആകുമ്പോൾ വളരെ ഒരു ഓഡായിട്ടുള്ളൊരു ഫീലിംഗ് വരെയാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അതിനൊന്ന് സർക്കിളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ബ്ലോക്സ് വെച്ച് പോവാണ്. ഇടയിൽ ചെറിയ ചെറിയ ബ്ലോക്സ് മാറ്റിയിട്ട് ഭയങ്കര യൂണിഫോമായിട്ട് തോന്നുന്നത് അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്ക് വേറെ ബ്ലോക്സ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് നമ്മുടേത്. ഒരു ക്രീപ്പറുണ്ട്, മരിക്കി പൊട്ടൂല, മരിക്കി പൊട്ടൂല, പൊട്ടോ ഇല്ല, മരിക്കി പൊട്ടും, പൊട്ടി. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ആക്കണം. ഞാൻ മുകളിലേക്ക് കയറാൻ ഒരു മഡ് വെച്ചിട്ട് തന്നെ സ്കഫോൾഡിങ് ഉണ്ടാക്കണം. എൻ്റെ നോർമൽ സ്കഫോൾഡിങ് ഉണ്ടാക്കാൻ ബാമ്പ് മാത്രമേ ഉള്ളൂ, ആവശ്യത്തിന് സ്ട്രിങ്സ് ഇല്ല. നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടിയെടുത്തിട്ട് വേണം നമുക്ക് അതിൻ്റെ ഇടയിലൊരു മിഡ് ലെവലിലൊരു സ്ട്രക്ചർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇവിടെ കുറച്ചും കൂടെ ബ്ലോക്സ് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. ഓക്കെ, വേണ്ടൊരു ഹൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ളൊരു വേ ആക്കണം ഇപ്പോൾ. ഓക്കെ, ഇതാവട്ടെ നമ്മുടെ എൻട്രൻസ്. ഓക്കെ, നമുക്ക് വേണ്ടൊരു ഹൈറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇതിനൊക്കെ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ആക്കാനാണ്. അപ്പോൾ ഓരോ പാർട്ട് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൊരു പാർട്ടാക്കി എടുക്കണം. കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റ് ആഡ് ചെയ്യണം. കുറച്ച് അക്കേഷ്യ ഷെൽഫ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ. ഓൾസോ നമുക്ക് കുറേ ഗ്രാനൈറ്റ് ആവശ്യമുണ്ട്, അപ്പോൾ ഗ്രാനൈറ്റ് മൈനിങ് ചെയ്യണം. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ആ ഒരു മിഡ് സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി തുടങ്ങുന്നത്. മെയിനായിട്ട് ഞാൻ സ്ലാബ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അക്കേഷ്യ സ്ലാബ്സ് കൂടാതെ ഗ്രാനൈറ്റിൻ്റെ 2 ടൈപ്പ് സ്ലാബ്സാണ് യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. യൂണിഫോം അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പാറ്റേണിൽ ചെറിയ ചേഞ്ച് വരുത്താൻ നോക്കുന്നുണ്ട്. ബട്ട് അത് ഫുൾ ലെവലെത്തുമ്പോൾ മാറത്തുള്ളൂ. ഇവിടെ ഇത് വെച്ചാൽ ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ ഈ കോർണേഴ്സിൽ വെക്കുമ്പോൾ അതിന് മുകളിലേക്കായിട്ട് വെക്കണോ എന്നുള്ളത് കൂടെ ഡൗട്ടായിട്ട് വരുന്നുണ്ട്. വെച്ച് വെച്ച് പോകുമ്പോൾ ഏകദേശം മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഒന്ന് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കെല്ലാം ഇതിൻ്റെ മൊത്തമായിട്ട് മുകളിൽ വെച്ച് പോകാം. ഓക്കെ, ഇപ്പോൾ കാണാൻ കുറച്ചൊക്കെ ഒരു രസമുണ്ട്. ഇതേപോലത്തെ 1-2 സെറ്റ് കൂടെ നമുക്ക് മുകളിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇത് പൊട്ടിച്ചെടുത്ത് ഇവിടെ നമ്മൾ ഫുൾ ബ്ലോക്ക് വെക്കണം. എങ്കിൽ ഇതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്നും പൊട്ടിച്ചെടുക്കാം, ഫുൾ ബ്ലോക്ക് ആക്കാം. ഓക്കെ, ഇത് മൊത്തമായിട്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ അടുത്ത ലെയർ വെച്ച് പോവുകയാണ്. ഇടയിൽ നമ്മൾ കുറച്ച് കോബിൾ സ്റ്റോൺ കൂടെ കയറ്റി തുടങ്ങി. ഓക്കെ, ഈ ഒരു ലെവലിൽ കുഴപ്പമില്ല, വേണ്ട രീതിയിലായി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അടുത്ത രണ്ടാമത്തെ ബ്രേക്ക് ആയിട്ടുള്ള ഓറഞ്ച് പാർട്ട് ചെയ്യണം. നമ്മൾ താഴെ ഉപയോഗിച്ച സെയിം ബ്ലോക്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സെറ്റും കൂടെ ചെയ്ത് പോവാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു വൈറ്റ് കളർ മുകളിൽ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലോക്ക് പാലറ്റിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വെച്ച് പോവാണ്. കാരണം എനിക്ക് ഈ മുകളിലുള്ള ഒരു പാർട്ട് വൈറ്റിലുണ്ടാവണമെന്നുണ്ട്. അപ്പോൾ കോബിൾ സ്റ്റോണായിട്ട് വരുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ കുറച്ചും കൂടെ എന്താ പറയുക, കാണാൻ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, ഇത് വലിയ കുഴപ്പമില്ല. കാണാൻ ദൂരെ നിന്നാണെങ്കിലും അടുത്തു നിന്നാണെങ്കിലും വലിയ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച രീതിയിലായി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ബ്രേക്ക് ഇടുന്നത്. ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് വലിയ കുഴപ്പമില്ല. ഞാൻ വിചാരിക്കുന്ന രീതിയിലായി വരുന്നുണ്ട് എന്തായാലും. I am under the water. Please help me. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ അയേൺ ഫാമിൻ്റെ മെയിൻ റൂം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ മെയിനായിട്ട് നമ്മുടെ വില്ലേജസിന് വെക്കാനുള്ളൊരു സ്പേസ് വേണം. അതിന് അവരെ സ്കെയർ ചെയ്യാനുള്ളൊരു സോംബി വെക്കാനുള്ളൊരു സ്പേസ് വേണം. അതുകൂടാതെ തന്നെ അയൺ ഗോലം സ്പോൺ ചെയ്യാനുള്ള ഒരു ഏരിയ മുകളിൽ ഉണ്ടാക്കിയിട്ട് അതിന് കില്ല് ചെയ്യാനുള്ള ഒരു കില്ലിംഗ് ചേമ്പർ ഉണ്ടാക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സ്പേസ് ഇവിടെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ മനസ്സിലുള്ളൊരു കണക്ക് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള കുഴപ്പമെന്താ വെച്ചാൽ ഞാൻ ആക്കി വരുമ്പോൾ എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് കുറച്ചും കൂടെ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ദൂരെ നിന്ന് കാണാൻ വലുതായിട്ട് രസം ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ ഒരുള്ള സ്പേസ്. അപ്പോൾ ഇവിടെ താഴെയായിട്ട് നമ്മുടെ ബെഡ്സ് വരും. എന്നിട്ട് നടുക്കുള്ള ഏരിയയിൽ ഈ 2 സ്പേസിൽ ബെഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നടുക്കുള്ള ഇവിടെ ഒരു വോൾ വന്ന് അടുത്തുള്ളതിൽ നമ്മൾ സോംബിയെ കൊണ്ടുവെക്കണം. പുറത്തുനിന്ന് കാണാൻ കുറച്ച് ബോർ തന്നെയാണ്. ആ റെക്റ്റാങ്കിൾ ഷേപ്പായി വരുന്നത്, അതിനെ ഒന്ന് മാറ്റിയെടുക്കണം. ഓക്കെ, ഞാൻ വില്ലേജസിനെ കൊണ്ടുവരുന്ന പരിപാടിയാണ്. ഞാൻ മൊത്തമായിട്ട് റെയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വില്ലേജസിന് എടുക്കട്ടെ. ഇതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ബിൽഡ് ചെയ്ത ബ്രീഡർ. അതങ്ങനെ തന്നെയാണ് ഉള്ളത്. ഈ വില്ലേജറിനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി ഇടുന്ന പരിപാടിയായിട്ട്. ഇത് മൊത്തമായിട്ട് കയറുമോ എന്നുള്ള കാര്യം അറിയില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഇത് ആദ്യത്തെ ടെസ്റ്റാണ്. ഇത് വർക്കായില്ലെങ്കിൽ തിരിച്ചത് പോയിട്ട് ബ്രീഡറിൽ കയറും. കയറിപ്പോയിട്ടുണ്ട് കാണും. ഓക്കെ, ഇവന് ഇവിടെ കയറി. നമുക്കിനി ഇതുപോലെ 2 പേരും കൂടെ കൊണ്ടുവരണം. ഒന്ന് പോയി, ഒന്നുകൂടെ. ഓക്കെ, സെറ്റ്. ഇനി ഇവന്മാരെ അവിടെ കൊണ്ടുപോയിടട്ടെ. ഓക്കെ, ഇവന്മാരിവിടെ സെറ്റാണ്. നമ്മൾ കയറട്ടെ. നമ്മുടെ അയേൺ ഗോലത്തിൻ്റെ ഡ്രോപ്പ് കളക്ട് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ആക്കുന്നത്. ഈ സാധനം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ.
വലിയ കുഴപ്പമില്ല കാണാൻ. പക്ഷെ വേണേൽ കുറച്ചും കൂടെ സർക്കിളാക്കി എടുക്കാൻ തോന്നുന്നു എനിക്ക്. അയൺ ഗോളം സ്പോൺ ചെയ്യാനുള്ള ഏരിയ റെഡിയാക്കി എടുക്കണം. ഇവിടെ സ്ലാബ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ബ്ലോക്സിൻ്റെ ഫുൾ ബ്ലോക്കിൻ്റെ മുകളിൽ സ്പോൺ ചെയ്യാതിരിക്കാനാണ് ഇവിടെ സ്ലാബ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ സോംബിയെ വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെയൊക്കെ സൈൻ ബോർഡ് വെച്ച് കൊടുക്കാം എന്തായാലും. ഇത് ആ ലാവയെ പ്ലേസിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും ഇത് വെച്ച് കൊടുക്കണം. ഈ സ്റ്റെയർസിനെ വാട്ടർ ലോക്ക് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ആങ്കോളം വന്ന് സ്റ്റക്കായി നിൽക്കും. ഓക്കെ, സെറ്റാണ്. ഇനി നമുക്ക് ലാവ പ്ലേസ് ചെയ്യാം. ഓക്കെ, അതും റെഡി ആയിരുന്നു. ഇവിടെ നമ്മൾ വാട്ടർ വെച്ച് കൊടുക്കുകയാണ്. ഈ വാട്ടറിലാണ് നമ്മുടെ അയൺകോളം അങ്ങോട്ടേക്ക് ഫ്ലോ ആയി പോകേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ കൂടെ വെച്ച് കൊടുത്തു. ബാക്കിയുള്ള സ്പേസ് നമുക്ക് എന്തായാലും ഫില്ല് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അവിടെയൊക്കെ സ്പോൺ ആവും. ഓക്കെ, ഇത് റെഡിയായി വരുന്നുണ്ട്. ഏകദേശം നമുക്ക് ഏരിയ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ എത്ര വരും എന്നുള്ളത്. ഓക്കെ, ഇവന്മാർ റെഡിയാണ്. ഇവിടെ ഏതോ ഒരു ബ്ലോക്കിലൊരു കുഴപ്പം വരുന്നുണ്ട്. അത് കാരണമാണ് വെള്ളം അവിടെ സ്പോൺ ആവുന്നത്. ഏതോ ഒരു ബ്ലോക്ക് ഫുൾ ബ്ലോക്കായിട്ട് അത് പിടിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അത് സ്പോണിങ് ഇല്ലാതാക്കണം. പോയി വട്ടണം ഒറ്റ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ താഴെ എന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ ഒരു ചെറിയതായിട്ടൊരു കുക്ക് ചിക്കൻ ഫാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. മുകളിലൊരു ചേമ്പറിൽ കോഴി വെച്ചിട്ട് അതിടുന്ന എഗ്ഗ് കളക്ട് ചെയ്ത് അതിനെ നമ്മൾ ഇവിടത്തേക്ക് ഡിസ്പെൻസർ വെച്ചിട്ട് കൊടുക്കും. അത് വളർന്ന് വലുതായി അതിൻ്റെ ഹിറ്റ് ബോക്സ് നമ്മുടെ ലാബിൽ പോയി ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുക്ക് ചിക്കൻ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തും ചെറുതായിട്ട് എവിടെയോ ലാഗ് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഓക്കെ, നമ്മുടെ അയേൺ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാം. കൂട്ടിച്ചേട്ടെ, ഒരു ഡ്രോപ്പർ ഇവിടെ വെക്കണം. ഓക്കെ, ഇവിടെ ഇത് വെക്കാതെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞത് ഓക്കെ ആയി. ഇനി ഇത് വീണ്ടും പൊട്ടിച്ചേട്ടെ. ഓക്കെ, അത് സെറ്റാണ്. ഓക്കെ, ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. സെറ്റാണ്. പുറത്ത് കുറച്ചുകൂടെ ഇങ്ങനെ ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് ആഡ് ചെയ്യണം. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ചുകൂടെ ദൂരെ നിന്ന് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു മേനയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ്. അത്ര അധികം ഡീറ്റെയിലിങ് ഞാൻ ചെയ്യുന്നില്ല. ഇത് വലിയ കുഴപ്പമില്ല. എൻട്രൻസ് കുറച്ചും കൂടെ ഇതായിരിക്കും. ഇവിടെ നമ്മൾ കുറച്ച് ലൈറ്റ് ആഡ് ചെയ്യണം. നമ്മൾ ലാൻറ്റേൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ അയൺ കിട്ടുന്നതുകൊണ്ട് അയൺ ബാർ നമുക്ക് വേണ്ടത്ര ഉണ്ടാക്കാം. അപ്പോൾ അതിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നാണ് സാധനം ഒരു രസമായി വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളത് ഞാൻ ഒന്ന് നന്നായിട്ട് കാണിച്ചിട്ട് ഈ പാത്ത് എന്തായാലും എനിക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു എന്തൊക്കെയാണ് സാധനങ്ങൾ നമുക്കൊന്ന് ഇപ്പോൾ പോയിട്ടൊന്ന് നോക്കാം. എന്തായാലും ഇതാണ് എൻ്റെ ഫാം ടൂർ. നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മുടെ സ്കഫോൾഡിങ് ഉണ്ട്. പിന്നെ അതുവഴി നമുക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതേ ഇവിടെ നമ്മുടെ അയൺ ഫാമിൻ്റെ ലൂട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഇനിയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ ഭാഗത്തിന് ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു സ്ലൈം ചങ്കിൻ്റെ കറക്റ്റായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ താഴെ വന്നിട്ട് അതിനുള്ള ചെറിയൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. വളരെ അധികം ആയിട്ടൊന്നും കിട്ടുന്നില്ല, പക്ഷേ എങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വേൾഡിലെ ആദ്യത്തെ ഫാം ബിൽഡ്.